പി വസീഫ്, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഒരു തർക്കവുമില്ലായിരുന്നു എന്നുള്ള തരത്തിലാണ്. ഒരു തർക്കവുമേ ഇല്ല, ഒന്നുമില്ല, എല്ലാം സങ്കല്പം മാത്രമായിരുന്നു എന്ന നിലയിലേക്ക് അവർ ഈ വിഷയത്തെ ഇനി വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. റെജിനും അതുതന്നെയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവ് ഇന്നലെയും മാധ്യമപ്രവർത്തകരെ കണ്ട പറഞ്ഞു ഒരു തർക്കവുമില്ലെന്നാണ് പറഞ്ഞത്. വസീഫ് കേട്ടല്ലോ. ശരത്ത്, ഇന്ന് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പെരുന്നാളൊക്കെ കഴിയട്ടെ എന്നവർ കരുതിയതാ. അവരങ്ങനെ വേറെ തർക്കമൊന്നുണ്ട് ഇല്ല എന്നല്ലേ, തർക്കമൊന്നും അവർക്കില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ കുറച്ച് വൈകിട്ട് മതി, കാരണം ഇഷ്ടംപോലെ സമയമുണ്ട് എന്നാണല്ലോ അവർ പറഞ്ഞത്. അവരുടെ കെ സി വേണുഗോപാൽ അതായിരുന്നല്ലോ പറഞ്ഞത്, സമയം കുറേ കിട്ടിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഒരു തർക്കവും ഇല്ലാത്തത് കൊണ്ട് അവർ ഇങ്ങനെ വൈകി വന്നതാണ്. അവരെന്നോ വരട്ടെ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമൊന്നുമല്ല. പിന്നെ ഇവർ പറയുന്നത് പോലെ വിസ്മയങ്ങൾ പ്രതീക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങളാരും. ഞങ്ങളുടെ ഇടപെടലുകൾക്ക് ഈ നാട് തരുന്ന അംഗീകാരത്തെയാണ് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനമുണ്ട്. ഇടതുപക്ഷം രാജ്യത്തും കേരളത്തിലുമൊക്കെ എടുക്കുന്ന മതനിരപേക്ഷ നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ കരുത്തിലാണ് ഇടതുപക്ഷം വിശ്വസിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സുധാകരൻ അധികാരത്തിന് വേണ്ടി ചാടിക്കളിക്കുന്നതിനെ നോക്കി പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നവരല്ല, ആ വിസ്മയം കണ്ട് കാത്തിരിക്കുന്നവരല്ല ഞങ്ങൾ. ഇവിടെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ DCC വൈസ് പ്രസിഡന്റുമാരും KPCC ജനറൽ സെക്രട്ടറിമാരും ഒക്കെ കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട്. ഇപ്പോഴൊന്നും ഞങ്ങൾ ആ വിസ്മയത്തെ പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന് കരുതുന്നവരല്ല. അവരെ ചാടിച്ച് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഭാഗമാക്കുന്നതല്ല. എന്നാൽ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കൊക്കെ അറിയാം, പലരും UDFനെ തള്ളിപ്പറഞ്ഞ്, കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ്, കോൺഗ്രസിൻ്റെ ജീർണതയെ പറഞ്ഞ് ഒക്കെ വരുന്ന സമയത്ത് രാഷ്ട്രീയ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്, അത് ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾ അതിൽ പ്രതീക്ഷിച്ച് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകും എന്ന് പറഞ്ഞു നിൽക്കുന്നവരല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും. നല്ല കെട്ടുറപ്പുള്ള ഒരു മുന്നണി, നല്ല കെട്ടുറപ്പുള്ള ഈ മുന്നണിക്ക് നല്ല നേതൃത്വം, ഇച്ഛാശക്തിയുള്ള നേതൃത്വം, ആരുടെ മുമ്പിലും തലകുനിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ആർജവത്തോടു കൂടി നടപ്പിലാക്കാൻ പറ്റുന്ന നേതൃത്വം, അതാ LDFൻ്റെ മുഖമുദ്ര. ഇവിടെ അധികാരത്തിന് വേണ്ടി പലർക്കും ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങളില്ലാത്തവരിൽ മനുഷ്യരിൽ വളരെ കുറവായിരിക്കുമല്ലോ. അങ്ങനെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ചിലരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഈ അണപൊട്ടി പുറത്തേക്കൊക്കെ ഒഴുകും. അതിനെ ഒക്കെ ആ രീതിയിൽ കണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേതൃത്വത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാം വളരെ ചിട്ടയോടുകൂടി തീർത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഉടനെ തന്നെ മിനിറ്റുകൾക്കകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെ ഈ ജനം സ്വീകരിക്കുന്നുണ്ട്. മറുവശത്തുള്ള സംഭവം എന്താ? മറുവശത്ത് നമ്മളൊക്കെ കണ്ടതല്ലേ. ഇപ്പോൾ ഇവർ പറയുന്നത് മാത്രമല്ലല്ലോ, നേരത്തെ ഇവരൊരു ഉപതെരഞ്ഞെടുപ്പിൽ അവർ സ്ഥിരമായി ജയിക്കുന്ന ഒരു സീറ്റിൽ വീണ്ടും അവർ ജയിച്ചു. ആ ജയിച്ച സമയത്ത് ഒരു പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഈ സാക്ഷാൽ സിംഹം എന്ന് ഇവർ വിളിക്കുന്ന കണ്ണൂരിൻ്റെ നേതാവ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് K സുധാകരനും VD സതീശനും മൈക്കിന് വേണ്ടി വല്ലാതെ അങ്ങോട്ട് കടിപിടി കൂടുന്ന ഒരു രംഗം നമ്മൾ കണ്ടതല്ലേ. അതും ഇനി ഇല്ല എന്ന് പറയും. അന്ന് അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ഫേസ് മാനേജ്മെൻ്റ് ഉണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത. അവരുടെ ഒരു ഫേസ് മാനേജ്മെൻറ്റ്. അവർ വന്ന് പറഞ്ഞു, അയ്യേ ഞങ്ങൾ അങ്ങനെ തെറി പറഞ്ഞതൊന്നുമല്ല, അതൊരു തെറിയായി നിങ്ങൾ കാണേണ്ടതില്ല, കാരണം ഞങ്ങൾ പരസ്പരം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കാറ്. ഓർമ്മയില്ല, ആ വാക്കുകൾ ഇവിടെ പറയാൻ പറ്റുമോ? ചാനലിൻ്റെ മുമ്പിൽ പറയാൻ പറ്റില്ലല്ലോ. അത് തന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നത്. അത് തന്നെയല്ലേ കേരളത്തിലുടനീളം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരസ്പരം അധികാരത്തിനും നേട്ടങ്ങൾ തങ്ങളുടെ എൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടായതാണ് എന്നൊക്കെ വരുത്തി തീർക്കാനൊക്കെ ഇവർ നടത്തുന്ന ഒരു വല്ലാത്ത ഇടപെടലുണ്ട്. അത് അധികാരക്കൊതി കൊണ്ടും അതുപോലെ തന്നെ ഈ വല്ലാത്ത ഒരു താല്പര്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇത് അവരിൽ 1-2 പേർക്ക് മാത്രമല്ല, അവർ അടിമുടി അങ്ങനെ ആയി എന്നുള്ളതാണ്. ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായല്ലോ. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാജിവെച്ചു എന്നും വെച്ചില്ല എന്നും എന്തായിരുന്നു?
അവർക്കറിയില്ലേ? രാജിവെച്ചിട്ടില്ലേ? അല്ല, വസീഫിന്റെ രാജിവെച്ചു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവിടുന്ന് ഫോൺ വന്നു, അദ്ദേഹത്തോട് പറഞ്ഞു കുഴപ്പമില്ല. വസീഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഓർക്കുന്നത്. അതായത് കോൺഗ്രസിലെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് താങ്കൾ എഴുതിയത് ഒരൊറ്റ വരിയേ ഉള്ളൂ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന ഒറ്റ വരി. ആ ഒറ്റ വരിക്കകത്ത് താഴെ വരുന്ന കമൻറ്റുകളിൽ ആളുകൾ ഇതെല്ലാം ഓർമ്മിപ്പിച്ചും ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഈ കോൺഗ്രസിനെ എങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുക? ഒരു യുദ്ധത്തിൽ, ഒരു പോരാട്ടത്തിൽ, അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പിന്നെ കോൺഗ്രസിനെ നമുക്ക് ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസിന് ആവശ്യമില്ല. കാരണം ഇവിടെ മതനിരപേക്ഷതയുടെ ഏറ്റവും തലയെടുപ്പുള്ള നേതൃത്വമായി ഇടതുപക്ഷമുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വമായി ആർജവമുള്ള നേതൃത്വമുണ്ട് നമുക്ക്. പക്ഷെ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ. ആ രാജ്യത്തെ കോൺഗ്രസിനെയും നമ്മൾ വിലയിരുത്തണം. ആ രാജ്യത്തെ കോൺഗ്രസ് BJPക്ക് മുമ്പിൽ ഒരു മത്സരത്തിന് തയ്യാറെടുക്കാൻ ശേഷിയുള്ളവരാണോ ഇവർ? അല്ലല്ലോ. ഇതാ ഈ കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി ആരുടെ കൂടെയും പോകും. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പമല്ല BJP അല്പം ശേഷിയുള്ള ഒരു മുന്നണി ആയിരുന്നു എന്ന് നിങ്ങൾ കരുതുക. എന്തായിരിക്കും കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ? കൂട്ടത്തോടെ പോവില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബീഹാറിലൊക്കെ നമ്മൾ കണ്ടില്ലേ, രാജ്യസഭ MP-മാരെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും കൂട്ടത്തോടെ വോട്ട് ചെയ്ത് BJPക്ക് രാജ്യസഭയിൽ MP-മാരെ ഉണ്ടാക്കുക. ഈ രാജ്യത്ത് ഞാനും നിങ്ങളുമൊക്കെ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, ആരെങ്കിലും ഒന്ന് BJPക്കെതിരെ വളർന്നു വരട്ടെ, അവരെ സംഘടിപ്പിക്കാം, 4 ആളെ കൂട്ടി BJPക്കെതിരെ ഒരു മുന്നണി ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്ന സമയത്ത് കൈപ്പത്ത് ചിഹ്നത്തിൽ ജയിച്ചു വന്നവർ കോൺഗ്രസിന് രാജ്യസഭാ സീറ്റിലേക്ക് ആളെ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാ രാജ്യത്തുടനീളം എടുക്കുന്നത്. അതിന്റെ ചെറിയ പതിപ്പ് ഇവിടെയും ചെയ്തു അവര്. മറ്റത്തൂര്, കുമരകം, മാള പോലെയുള്ള പ്രദേശത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവര് കൂട്ടത്തോടെ ഈ കോൺഗ്രസും, കൈപ്പത്ത് ചിഹ്നത്തിൽ ജയിച്ച കോൺഗ്രസും താമര ചിഹ്നത്തിൽ ജയിച്ച BJPയും ബായ് ആയി ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോ കേരളത്തിൽ കുറച്ചുകൂടി BJPക്ക് ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസ് അങ്ങോട്ട് പോയില്ലേ? അതാണല്ലോ K. സുരേന്ദ്രൻ പറഞ്ഞത്, ഞങ്ങൾ 30 സീറ്റിൽ ജയിച്ചാൽ ബാക്കി ഞങ്ങള് കോൺഗ്രസുകാരെ വാങ്ങി ഭരിച്ചുകൊള്ളും. ആ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കരുത് എന്നുള്ളതാണ്.